പ്രൈസ് ലോർഡ്. നമ്മുടെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദ്യങ്ങൾ. പ്രത്യേകിച്ചും 2026 എന്ന ഒരു പുതിയ വർഷം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ IPC ബഹ്റിൻ ചർച്ചിന് വേണ്ടി കഴിഞ്ഞ 70 വർഷങ്ങൾ ഈ മരുഭൂമിയിൽ ദൈവം നടത്തിയ സഭയ്ക്ക് വേണ്ടി, സഭയിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുകയും നവവത്സര ആശംസകൾ നേരുകയും ചെയ്യും. മനോഹരമായ നിമിഷങ്ങളിൽ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനമായ ശബ്ദം ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിലെ 7 മൊഴികളിൽ വളരെ പ്രധാനമായി നാം മനസ്സിലാക്കുന്ന ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന യേശു കർത്താവിൻ്റെ ആ മനോഹരമായ മൊഴിയാണ്. വേദനകൾ നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ, ഒറ്റപ്പെടുന്ന ഒരു തലമുറയിൽ ഒത്തിരി വൈഷമ്യങ്ങൾ, 100 നൊമ്പരങ്ങൾ, എല്ലാ മേഖലയിലും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ തലമുറയിൽ യേശു കർത്താവിൻ്റെ മാധുര്യ ശബ്ദത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പ്രിയരെ, അത് നമ്മുടെ ഹൃദയത്തോട് അടുത്തു വന്ന് സംസാരിക്കുകയാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു കർത്താവ് ഇത് പറയുന്നത് യെരൂശലേം ദേവാലയത്തിൻ്റെ ഭണ്ഡാരസ്ഥലത്ത് വെച്ചാണ്. ദ ട്രഷറി എന്ന് പറയുന്ന ഭണ്ഡാരസ്ഥലം. സയാജ്ഞ ആരാധനയ്ക്ക് വേണ്ടി 100 കണക്കിന് യഹൂദ ഭക്തന്മാർ വരുന്ന ആ സ്ഥലത്ത് വൈകുന്നേരത്ത് ഇരുള് വ്യാപരിച്ചു തുടങ്ങുന്ന ആ സമയത്ത് വളരെ മനോഹരമായി കത്തി നിൽക്കുന്ന 2 വിളക്കുമരങ്ങളുണ്ട്. ദ ഗോൾഡൻ കൊളോസൽ ലാമ്പ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ 2 വിളക്കുമരങ്ങൾ. ആ വിളക്കുമരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇരുട്ട് യെരൂശലേമിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഇരുട്ടിനെ അകറ്റുന്ന വിളക്കുമരങ്ങൾ പോലെ ലോകത്തിൽ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ വചനങ്ങൾ അത് പ്രകാശമായി തീരുകയാണ്. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ പുതിയ വർഷം നമുക്ക് മുൻപോട്ട് പോകുവാൻ വെളിച്ചമാണ് ആവശ്യം. എല്ലാറ്റിനേക്കാളും അധികമായി നമുക്ക് ജീവൻ്റെ ഉറവിടമായ, ജീവൻ്റെ ദാതാവായ, നമ്മുടെ രക്ഷകനായ യേശു കർത്താവ് നൽകുന്ന വെളിച്ചമാണ് ഇന്നിൻ്റെ ആവശ്യം. ഓരോ ദിവസവും ആ വെളിച്ചം അനുഭവിപ്പാൻ, ഓരോ ആഴ്ചകളിലും ഓരോ മാസങ്ങളിലും യേശു കർത്താവ് നൽകുന്ന ആ മഹത്തായ വെളിച്ചത്തിലൂടെ നടക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ, നന്മയുടെ വർഷമായി തീരട്ടെ. യേശുവിനോട് അടുത്തു വരുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജയജീവിതം നയിക്കുവാൻ ഉയരത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നന്ദി. ഗോഡ് ബ്ലെസ് യു.